ജയസൂര്യ, ഹരിശ്രീ അശോകൻ, സലീം കുമാർ, കൊച്ചിൻ ഹനീഫ കൂട്ടുകെട്ടിൽ കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി സീൻസ്. ചേട്ടാ, ഈ ഹൗസ് കേരള എവിടെയാ? എന്ത്? ആ കേരള ഹൗസ്. ഓ, ആ ചെക്ക് പോസ്റ്റ് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ ഇടതുവശത്ത് കാണുന്ന വീടാ. നന്ദി. ശരി, ഞാൻ മിഞ്ഞാന്ന് വരും. അപ്പൊ ഒരു ചായ വാങ്ങിച്ചേരാ. மம்மி நீங்க உட்காருங்க. நீங்க எல்லாம் சாப்பிடுங்க, நான் அப்புறமா சாப்பிட்டுக்கிறேன். சாப்பிடாதே பொண்ணுங்களே, சாப்பிடாதே. ஓகே, சாப்பிடு சாப்பிடு. யாரா நீ? பைத்தியக்கார மாதிரி இருக்கு. ஐயா, எல்லாத்தையும் என்ஜாய் பண்றா. இவ பிச்சைக்காரன்டி, ஒரு வருஷமா சாப்பாடே காணாம போயிருக்கு. போ போ போ. இனி ഞാൻ யாருன்னு சொல்றேன். அதான் உன்னோட பேரா? என் பேரு கண்ணப்பன். எல்லாரும் என்ன டெஸ்டர் கண்ணப்பன் എന്ന് വിളിക്കും. ഇനി മുതൽ നീങ്ക എന്നെ സാപ്പിടുന്നതിന് മുന്നാടി ഞാൻ സാപ്പിട്ടിട്ട് വിഷോ കിഷോ ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് താൻ നീങ്ക സാപ്പിടണം. ஏன் எதுக்கு சொல்றேன். கல்லுவாதுக்கு தெரியுமா? இதுக்கு முன்னாடி அங்கதான் எனக்கு டியூட்டி. சாராய டெஸ்டர். ஒரு நாள் நான் லீவ் எடுத்தപ്പോൾ அங்கே சத்தது 40 பேர், கண்ணு போகுது 30 பேர். എൻ അപ്പൻ താൻ വൈപ്പിംഗറിലെ ടെസ്റ്റർ ആയിരുന്നത്. അപ്പന്റെ 4ാമത്തെ കല്യാണത്തിന് അപ്പൻ 2 ദിവസം ലീവ് എടുത്തപ്പോൾ അங்கே 100 പേർ വടിയായി 150 പേരുടെ കണ്ണിന്റെ ഫീസ് പോச்சு. നിന്റെ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. അത് നീ പുറത്തിറങ്ങ്. நீங்க என்ன சொன்னாலும் ഞാൻ போக மாட்டேன். அந்த பெரிய தேவர் சார் தான் என்னை இங்கே அழைச்சது. இந்த உலகத்தில் 24,000 விஷம் இருக்கு. பட்டி விஷம், பூச்ச விஷம், பாம்பு விஷம், ஆன விஷம், ஆடு விஷம், எலி விஷம், டெலிவிஷன், காதல் விஷம், கை விஷம், மூக்கில் விஷம், വയറിൽ விஷம், നെഞ്ചിൽ விஷம். ഇതിലേത് വിഷമായാലും എനിക്ക് കേൾക്കാതെ ഞാൻ സാപ്പിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് എന്റെ നഗരിലെല്ലാം നീല നിറം വന്നാൽ സാപ്പാടിൽ കണ്ടിപ്പാ വിഷം ഇருக்கு. മാമി, ഇഡ്ലി കിഡ്ലി, സാമ്പാർ കീമ്പാർ, ചട്നി കിഡ്നി, വടക്കിടേ ഇവയിലൊന്നും വിഷമില്ല. ധൈര്യമായി താങ്ങിക്കോ. நாங்க பின்ன சாப்பிட்டுக்கலாம். இனி இത്രയല്ലേ ഉള്ളൂ. അത് നീ സാപ്പിട്ടുക്കോ. നോ താങ്ക് യു. ഞാൻ പോരുന്ന വഴി ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും ഒരു ചായയും കഴിച്ചു. ഇനി നീങ്ക പച്ച തണ്ണി കുടിക്കണ കൂടി ഞാൻ കുടിച്ച് പാത്തക്കപ്പുറം താൻ കുടിക്കണം. കർമ്മ കർമ്മ. പിന്നെ ഒന്ന് കിടക്കണമല്ലോ. അപ്പോ ഇന്ന് തിരിച്ചു പോണില്ലേ? എവിടെ പോവാൻ? നിങ്ങൾ ഇവിടെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം ഞാൻ അവിടെ നിക്കണമെന്നാ പെരിയ തേവർ സാർ പറഞ്ഞിരിക്കുന്നത്. നോക്ക്, இங்க இருக்கிறதே ஒரே ஒரு பெட்ரூம் தான். அதுல நாங்க 4 பேர் கிடக்கிறதே கஷ்டம். കുഴപ്പമില്ല, നിങ്ങൾ 4 പേരുടെ കൂടെ അതിന്റെ ഓരത്ത് ഞാൻ കിടന്നോളാം. എന്നെ സ്ത്രീയായി കണ്ടോളൂ, എനിക്ക് വിരോധമില്ല. ஐயரா, வந்திருக்கிற ஒரு ஸ்திரீ லோலன்டா. வெளியில அம்மி கிடக்கிற வராந்தா ஒண்ணு இருக்கு, அங்க போய் கிடக்கு. ഓ, മമ്മി വരാന്തയിലാണ് കിടക്കുന്നത്. മമ്മി എങ്കിൽ മമ്മി. മമ്മി കാണാൻ എങ്ങനെ സുന്ദരിയാണോ? എന്റെ മോന്തക്കിട്ട് മമ്മിയല്ല, അരക്കിற അമ്മി. അരക്കണ അമ്മി മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ച്. ഉച്ചയൂണിന് മുമ്പ് വിളിക്കുമോ എന്തിനാ? ടെസ്റ്റിങ്ങിനെ. വല്ലഭോ, എന്താണ് എന്താണ്? ഞാൻ വിചാരിച്ചു വന്നു വിചാരിച്ചു. ആര് വന്നെന്ന് വിചാരിച്ചു? എന്റെ ദൈവമേ, ഇതുപോലത്തെ പേടിച്ചു തുറന്ന. അതെ, ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിലേ അത് നിന്റെ കാര്യത്തിലാ. ഇനി ഞങ്ങളോട് ചോദിക്കാതെ നീ അനങ്ങി പോരുത്. ആണാ? സെക്യൂരിറ്റിയാ. നീ എന്തോന്നും മിണ്ടാത്ത? നിങ്ങളല്ലേ പറഞ്ഞ അനങ്ങാൻ പാടില്ല. അതായത് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഓ പിന്നെ നിന്നെ എവിടെ നിന്നെ എങ്ങോട്ട് പോണ്? എന്റെ ദൈവമേ, ഞാനൊന്ന് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോടാ. ഒന്ന് പിടിച്ചു പാച്ചോട്ടാ. അഹിംസാവാദിയായി ഞാൻ ആയുധം കൈകൊണ്ട് തൊടാൻ പാടില്ല. ഇതൊരു ആയുധമായിട്ട് കാണണ്ട. നെല്ലുകുത്തുന്ന വെറും ഒരു ഒലക്കായിട്ട് സങ്കല്പിച്ചാ മതി. വെറും ഒലക്കാണെങ്കിൽ പിടിക്കാം. നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ പരമ്പ് അവനാ കുടുങ്ങുന്നത്. ആ ഒലക്കിങ്ങനെ അതായത് ഒന്ന് മാറി നിൽക്കടാ. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ട ജോലിയുള്ളൂ അത്. ബാത്റൂം ചെക്ക് ചെയ്യണം. അത് താണ്ടാ നോക്ക്. കേറാൻ പറ്റുന്നില്ല. ഞാൻ എന്തൊരു മണ്ടനാ, കുനിഞ്ഞു കയറിയാ പോലെ. സെക്യൂരിറ്റിയിൽ ഒരു നേരിയ പിഴവ് സംഭവിക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല. ഒരാൺതരി പോലും ബാത്റൂമിനകത്തില്ല. വെള്ളം ഉണ്ടടാ. പിന്നെ രാവിലെ അല്ലേ വെള്ളം? വെള്ളമൊക്കെ വൈകുന്നേരല്ലേ? എടാ, പൈപ്പിൽ വെള്ളം ഉണ്ടെന്ന് നോക്കടാ. ഓ, അടച്ചിട്ടിരിക്കുന്നു. ഉണ്ട്. ആരകത്ത്? ഞാനാ. ഞാനാ. ഇതുവഴി രക്ഷപ്പെടാം. തുടങ്ങിയോ? തുടങ്ങാൻ പോണ. ശബ്ദത്തിനൊരു വ്യത്യാസം. വേഗം ജോലി തീർക്കണം. കഴിഞ്ഞോ? കഴിഞ്ഞു.
തമിഴ്നാട് ബാത്റൂമാ. ഇത് വഴി രക്ഷപ്പെടാ. അയ്യോ എന്തോ കുഴപ്പമുണ്ട്. സെക്യൂരിറ്റിയിൽ എന്തോ പിഴവ് പറ്റിയെന്ന് തോന്നുന്നു. വല്ലഭ, വല്ലഭന് പുല്ലുവായുധമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചവിട്ടി തുറക്കടാ. പക്ഷെ എന്റെ കയ്യിൽ പുല്ലില്ലല്ലോ. എടാ ഒലക്കോണ്ടി ചവിട്ടി തുറക്കടാ പുല്ലേ. ഓക്കേ. കാണുന്നില്ലല്ലോ. ഇവനീ മുണ്ടൂരിട്ടെങ്ങാട് പോയി. ക്ലോസറ്റിൽ കാണാനില്ല. മുണ്ടനങ്ങണ് കാലണങ്ങടാ. അയ്യോ ഇവന് താടിയുണ്ട്. ഇവൻ ദിനേശനല്ല. ആരാ നീ? അറബി പറയുന്നത് ബില്ലാദരാ. നീ എന്തിനാണ് അകത്തൊക്കെ തലയിട്ട്? തല മാത്രം അപ്പുറത്ത് കഴുകാന്ന് കരുതി. അതിന് ഹെൽമെറ്റ് എന്തിനാ? ഹെൽമെറ്റ് അല്ല, ഇത് ബക്കറ്റാ. വല്ലഭാ ചെക്ക് ചെയ്യടാ. ആ ക്ലോസറ്റ് കൂടി ചെക്ക് ചെയ്യടാ. ആ ക്ലോസറ്റും ചെമ്പും മഗ്ഗും സോപ്പ് പെട്ടിയും എല്ലാം ചെക്ക് ചെയ്യും. ആഹാ എടാ വല്ലഭ ഇങ്ങടറങ്ങടാ. എടാ ഇങ്ങടറങ്ങടാ. എടാ തല തമിഴ്നാട്ടിൽ കിടക്കും. എടാ സൂക്ഷിച്ചത്. അയ്യോ വല്ലഭനവിടെ പോയി. കൊല്ലക്ക വല്ലഭനവിടെ പോയി. ഈ വല്ലഭനെ കണ്ടു പോയി. വല്ലഭ വല്ലഭ. ദിനേശ ഗുഡ് മോർണിംഗ്. നീ പോയില്ലേ? രാവിലത്തെ ബെഡ് കോപ്പിയും കൂടി തന്നിട്ട് യാത്ര പറഞ്ഞ് പോകാൻ കരുതി നിന്നതാ. എന്നാ കോപ്പി അവിടെ വെച്ചിട്ട് പോ. നാളെ രാവിലെ കാപ്പി വരാൻ ഞാൻ വേണ്ടല്ല. വേല ഇറക്കാതെ പോവല്ലവാ. അങ്ങനെ ഇപ്പൊ ഈ കാപ്പി കുടിക്കണ്ട. രാവിലെ കാപ്പി സോപ്പിടാൻ വന്നിരിക്കുന്നു. ഈശ്വരന്മാര് വീണ്ടും തല്ലാൻ വരികയാണോ? വല്ലഭ എന്താ തല്ലിയത് മതിയായില്ലേ? പരമു ചേട്ടൻ നല്ല ആളാ. ബസ് സ്റ്റാൻഡിൽ വരാൻ കാറിട്ട് കണ്ടതേ ഇല്ല. തപ്പി പിടിച്ചാ ഇവിടെ എത്തിയത്. അയ്യോ കാർഡൊന്നും എനിക്ക് കിട്ടിയില്ല. ആ അപ്പൊ അതാ കാര്യം. വല്ലഭൻ ഈ നാട്ടിലില്ലേന്ന് ഞങ്ങൾ ശങ്കിച്ചു. അല്പം താമസിച്ചിരുന്നെങ്കിൽ എന്നെ കാണാൻ പറ്റില്ലായിരുന്നു. അല്ല ഞാനൊരു വഴിക്ക് ഇങ്ങനെ യാത്ര പോകാനായിട്ട് ബാഗ് കണ്ടപ്പോഴേ മനസ്സിലായി. നീ ഇങ്ങോട്ട് വന്നേ. കാര്യങ്ങളൊക്കെ ചുരുക്കി അങ്ങോട്ട് പറയാം. വാ. വല്ലഭേട്ടന്റെ ഓഫീസ് അമ്മേ. നല്ല ബിസിനസ്സാന്നാ കേട്ടെ. അല്ലെങ്കിൽ പിന്നെ ടൗണിൽ സ്വന്തമായിട്ട് ഇങ്ങനെ വീടൊക്കെ വാങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് എത്രയും വേഗം ഒരു കിടപ്പാടും 10 വാഴ വെക്കാനുള്ള മണ്ണ് നീ ശരിപ്പെടുത്തി തരണം. പെട്ടെന്നൊരു സ്ഥലമൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞാ എന്തായാലും കുറച്ച് സമയം എടുക്കും. നീ രാവിലെ ചായ കുടിക്കാതെ ഇതങ്ങോട്ട് പിടിച്ചേ. ആ ബാഗ് ദിനേശൻ വല്ലഭന്റെ ഫ്രണ്ട്. ഞാൻ വിചാരിച്ചു വല്ലഭന്റെ പാചകക്കാരനായിരിക്കും. പാചകം ചെയ്യും. ഞാൻ ഉണ്ടാക്കുന്ന കിച്ചടി പച്ചടി പാൽപ്പായസൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടം അല്ലടാ. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞ അപ്പൊ തന്നെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. കുഞ്ഞുങ്ങളുടെ മനസ്സാണേ. കുടിച്ചു കഴിഞ്ഞോ? ഇങ്ങനെ വന്നടാ. ഇപ്പൊ വരാേ. എന്താ വല്ലു? അതെ എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണെന്ന്. മഹാലക്ഷ്മി കുടുംബത്തോടെ വീട്ടിൽ കയറി വന്നിരിക്കല്ലേ. മഹാലക്ഷ്മി കുടുംബം? എടാ അത് പരമുച്ചേട്ടനും കുടുംബമല്ലേ? ആയിക്കോട്ടെ, പക്ഷെ അവര് നമുക്ക് മഹാലക്ഷ്മി ആണല്ലോ. ആണെങ്കിൽ ചവിട്ടി പുറത്താക്കരുത്. പക്ഷെ എനിക്ക് അവര് മൂദേവിയാ. നീ എന്തോ മനസ്സിൽ വെച്ചോണ്ടാ സംസാരിക്കുന്നത്. ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് എന്റെ വിഷമം കൊണ്ടാ. എന്റെ അവസ്ഥ നിനക്കറിയില്ലേ? ആ വീടും പറമ്പും വിറ്റിട്ട് അതിന്ന് കിട്ടാനുള്ളത് കിട്ടിയാലേ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങും. നീ കൂടുതൽ ഒതുങ്ങല്ലേ? അവർക്ക് വേണ്ടത് ഒരു വീട്, നമുക്ക് കൊടുക്കാനുള്ളത് ഒരു വീട്. അത് നടക്കില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇത് കാലല്ല എന്റെ കൈയാണ്. വിട് വിട് വിട്. എനിക്ക് അവരെ കൊണ്ട് പോണം. എങ്ങോട്ട്? അത് നീ അറിയേണ്ട ആവശ്യമില്ല. എടാ വല്ലഭ, ഞാൻ എന്താ പ്രശ്നം? അല്ല അത് പിന്നെ ഒരു പ്രശ്നമില്ല. അതെ, ഇവന്റെ കസ്റ്റഡിയിൽ ഒരു വീടും പറമ്പും കൊടുക്കാനുണ്ടേ. അതൊരു ഗൾഫുകാരന് കൊടുക്കാൻ ഇവൻ ഏറ്റവും പോയി. പക്ഷെ നമ്മുടെ ആൾക്കാരുള്ളപ്പോ അവർക്ക് കൊടുക്കല്ലേ വേണ്ടത്. ഞാനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം. നീ ഒന്നും വിടല്ലേ പോ. ഞങ്ങൾക്കാ ഇപ്പൊ വീടിന്റെയും പറമ്പിന്റെ അത്യാവശ്യം. വീട്ടു സാമാനങ്ങൾ മുഴുവൻ വെറ്റുപെറുക്കി വണ്ടി കയറിയത് തന്നെ വല്ലഭനെ വിശ്വസിച്ചു. അല്ല അത് പിന്നെ ഒരു പിന്നെ ഇല്ല. അമ്മാവന് കുടുംബമാണോ നമുക്ക് വലുത്? അമ്മാവൻ വേഗം ചെന്ന് കുളിച്ച് ഫ്രഷ് ആയി എന്നിട്ട് മതി വീടും പറമ്പൊക്കെ കാണല്. ചെല്ലു ചെല്ലു. അല്ല അമ്മ ചായ കുടിക്കുന്നില്ല. ചായ കുടിക്കട കള്ള. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷന്റെ തിണ്ണ ഇറങ്ങണത്. നിങ്ങളൊക്കെ കാരണം എന്റെ മാനമാണ് പോയത്. നീ കരയാതെ വല്ലഭ. ഇതൊക്കെ അനുഭവിച്ചാലേ മനുഷ്യജന്മം പൂർണ്ണമാവും. പോലീസ് സ്റ്റേഷനും ജയിലുമെല്ലാം നമ്മുടെ കാശ് കൊണ്ട് നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ. ഇത്രയും നേരം ഞാൻ പിടിച്ചു നിന്നു. എന്റെ ദേഹത്ത് പോലീസ് അങ്ങനെ കൈവച്ചാലുണ്ടല്ലോ. കൈവച്ചാലേ സത്യം ഞാൻ തുറന്നു പറയും. എന്ത് സത്യം? പായസത്തിൽ വിഷമിട്ട് ആരാണെന്ന്. പായസത്തിൽ വിഷോട്ട് ആരാടാ? ആരടാ? വാസുവേട്ടൻ. പിന്നെ വാസുവേട്ടല്ലേ പോക്കറ്റിൽ സാധനം എടുത്ത് ഇങ്ങനെ അടിച്ചത്? അത് നീ കണ്ടല്ലേ? ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്കല്ലേ. പായസം വിളമ്പുമ്പോ ആലോചിക്കണായിരുന്നു. വാസുവേട്ടാ, അമ്പലപ്പുഴ ഭഗവാനാണ് സത്യം. നീ വിഷമിക്കണ്ട, പോയിക്കോ. മലയാളികളായതുകൊണ്ടാ നിന്നോടൊക്കെ ഇത്തിരി ദയ കാണിക്കുന്നത് എന്ന് വിചാരിച്ച് നെകളിക്കരുത് ഇടിച്ച് പൊടിച്ചളയും ഞാൻ. ഇന്നെന്റെ ബർത്ത്ഡേ നിന്റെയൊക്കെ ഭാഗ്യം. ഈ ഒരൊറ്റ ദിവസം ഞാൻ കൈമല കിടത്തത്. പോയിക്കോ. നിന്നു ഡെയിലി വന്ന് ഒപ്പിട്ടോളാം. നിങ്ങളിൽ ആരെങ്കിലും ആൾ മുങ്ങിയ താൻ അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ ഇവ മുങ്ങിയാല നീ തൂങ്ങും. ഇറങ്ങി പോടാ. സാറേ,
ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ആയിട്ട് കുറച്ച് അമ്പലപ്പുഴ പാൽപ്പായസം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താക്കല്ലേ. കഴിവറ പോലെ വിഷം നിന്ന് എന്നെയും കൊല്ലണ പരിപാടി ഇറങ്ങി പോടാ.